ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് വിഷ്ണു. നിഖിൽ, ഏതായാലും മാർക്കറ്റ് ഇന്ന് നോക്കുമ്പോൾ വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒപ്പം പല സെക്ടറുകളും നേട്ടത്തിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രേഡിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്യാനുള്ളത്? വിഷ്ണു, നിലവിലെ ഒരു വിപണി പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.5% ഒരു നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. 360 പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു നേട്ടം വിപണി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നു. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 24,995 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടക്കുന്നത്. ചില സമയങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ 25,000 എന്ന് പറയുന്ന ഒരു ലെവൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിഫ്റ്റിക്ക് സാധിക്കുന്ന ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും ഏകദേശം 1.25% മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി ബാങ്ക് സൂചികയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 700 പോയിന്റുകൾക്ക് മുകളിലൊരു നേട്ടം നിഫ്റ്റി ബാങ്ക് സൂചികയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. 56,069 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സായിട്ട് കാണാൻ സാധിക്കുന്നത് എസ്പെഷ്യലി ഓട്ടോ കമ്പനികളെയാണ്. ഇതിൽ തന്നെ ഹീറോ മോട്ടോകോപ്പ് പരിശോധിക്കുമ്പോൾ ഏകദേശം 7.5% ഒരു നേട്ടം ഉണ്ടാകുന്നു. മാരുതി സുസുക്കി നോക്കുകയാണെങ്കിൽ 7.25% മുകളിലുള്ളൊരു നേട്ടം മാരുതി സുസുക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് GST സ്ലാബുകളിലും മറ്റുമൊക്കെ വരാൻ പോകുന്ന മാറ്റങ്ങളും മറ്റുമൊക്കെ എസ്പെഷ്യലി ഗുണം ചെയ്യുന്ന ഒരു ഓഹരികൾ എന്നുള്ളൊരു നിലയിലാണ് ഈ ഒരു ഓഹരികൾക്ക്, അതായത് എടുത്തു പറയേണ്ടത്, അതായത് എക്കണോമിക്കലായിട്ടുള്ള വണ്ടികൾക്ക്, അതായത് 350 cc കുറഞ്ഞ ബൈക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുമൊക്കെ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന കാറുകളും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിലും മറ്റുമൊക്കെ ഗുണം ചെയ്യുന്നത് എപ്പോഴും എക്കണോമിക്കലായിട്ടുള്ള വണ്ടികൾ നിർമ്മിക്കുന്ന കമ്പനികൾക്കാണ്. ആ ഒരു നിലയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അഡ്വാൻറ്റേജ് ലഭിക്കാൻ സാധ്യതയുള്ള ഓഹരികളായിട്ടുള്ള ഹീറോ മോട്ടോകോപ്പ്, മാരുതി സുസുക്കിയുടെ ഓഹരികൾ ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു നേട്ടം നിലനിർത്തുന്നു. ബജാജ് ഓട്ടോ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 4.5% മുകളിലുള്ളൊരു നേട്ടം ബജാജ് ഓട്ടോ പ്രകടിപ്പിക്കുമ്പോൾ ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 6.25% ഒരു നേട്ടം ഉണ്ടാകുന്നു. FMCG കമ്പനിയായിട്ടുള്ള നെസ്ലെ ഇന്ത്യയിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം ഒരു 6% ഒരു നേട്ടം നെസ്ലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇടിവ് നേരിടുന്ന ഒരു ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ L&Tയുടെ ഓഹരികൾക്കാണ് ഇപ്പോൾ ഒരു ഇടിവ് വലിയ തോതിലുണ്ടാകുന്നത്. ഏകദേശം 1% ഇടിവ് നിലയിൽ ഇപ്പോൾ L&Tയുടെ ഓഹരികൾ കാഴ്ചവെക്കുമ്പോൾ ITC 0.5%, സൺഫാർമയുടെ ഓഹരികൾ നോക്കുമ്പോഴും ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു ഇടിവ് സൺഫാർമയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സെക്ടേഴ്സിൻ്റെ ഒരു പ്രകടനത്തിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു പ്രകടനം എല്ലാ സെക്ടറുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എല്ലാ സെക്ടറുകളും ഇപ്പോൾ പോസിറ്റീവ് ആകുന്ന ഒരു കാഴ്ചയാണ്. നിഫ്റ്റി ഫാർമയായിരുന്നു മുൻ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ മുൻ മിനിറ്റുകളിലും മറ്റുമൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നത് നിഫ്റ്റി ഫാർമയുടെ ഭാഗത്ത് നിന്നായിരുന്നു. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാർജിനിലായിരിക്കുന്ന ഒരു നിരക്കിലാണെങ്കിൽ പോലും ഒരു നേട്ടത്തിലെത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി ഫാർമ സൂചികയ്ക്കും സാധിച്ചിരിക്കുന്നു. നിഫ്റ്റി ഓട്ടോ പരിശോധിക്കുകയാണെങ്കിൽ ഓട്ടോ സൂചിക ഏകദേശം 4.5% മുകളിലുള്ളൊരു നേട്ടം പ്രകടമാക്കുന്നു. 1000 പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു നേട്ടവും കാഴ്ചവെച്ചുകൊണ്ട് 25,204 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഓട്ടോയിൽ ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ നിഫ്റ്റി ബാങ്കിങ് കമ്പനികളുടെയും മറ്റുമൊക്കെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിങ് കമ്പനികൾക്ക് മികച്ച ഒരു പിന്തുണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിലവിലിപ്പോൾ ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നാണ് ഏകദേശം 2.25% മുകളിലുള്ളൊരു നേട്ടത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഓഹരികൾക്ക് നിലവിലിപ്പോൾ സാധിക്കുന്നുണ്ട്. ആക്സിസ് ബാങ്ക് 1.5%, കോട്ടക് മഹീന്ദ്ര ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നു. ICICI ബാങ്ക് പരിശോധിക്കുമ്പോൾ 1.5% ഒരു നേട്ടമുണ്ടാകുന്നു. സ്റ്റേറ്റ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.5% മുകളിലുള്ളൊരു നേട്ടം. കാനറ ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1% ഒരു മികച്ച ഒരു പ്രകടനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും ഈ ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിഫ്റ്റി ഓട്ടോയിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ 25,200 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഓട്ടോയിൽ ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ ഒരു മികച്ച ഒരു പെർഫോമൻസ് ഹീറോ മോട്ടോകോപ്പും മാരുതി സുസുക്കിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേഖപ്പെടുന്നത് അശോക് ലെയ്ലൻഡിൻ്റെ ഓഹരികളാണ്. ഏകദേശം 7.5% മുകളിലുള്ളൊരു നേട്ടം ഇപ്പോൾ അശോക് ലെയ്ലൻഡ് ഓഹരികൾ ഇപ്പോൾ നിലനിർത്തുന്നു എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ബ്രോക്കറേജ് റിപ്പോർട്ടും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. മോത്തിലാൽ ഒസ്വാളും മറ്റുമൊക്കെ ഒരു ബൈ റേറ്റിംഗ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നൊരു വിവരമാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസായിട്ട് 141 രൂപയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 131 രൂപ എന്നൊരു നിരക്കിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാർജിൻസിലും മറ്റുമൊക്കെ മികച്ച രീതിയിലുള്ള ഒരു എക്സ്പാൻഷനും മറ്റുമൊക്കെ കാണാൻ സാധിക്കുന്നു എന്നൊരു കാര്യം മോത്തിലാൽ ഒസ്വാൾ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ മീഡിയം കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണെങ്കിലും ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾസിലേക്ക് കടക്കുകയാണെങ്കിലും മറ്റൊക്കെ ഒരു മിഡ് ടു സിംഗിൾ ഡിജിറ്റ്
ഒരു ഗ്രോത്തും മറ്റൊക്കെ 2026 കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അശോക് ലേലൻഡിന് സാധിക്കും എന്നൊരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിലും എക്സ്പെക്ട് ചെയ്തതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രകടനം കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. കൂടാതെ കമ്പനിയുടെ ഡിഫൻസ് ബിസിനസ് പരിശോധിക്കുകയാണെങ്കിൽ ഡിഫൻസ് ബിസിനസ്സിൽ നിന്ന് ഏകദേശം ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്തും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് നിലവിൽ ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 2026-ലും 2027-ലും ഒരു ഡബിൾ ഡിജിറ്റിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയും കമ്പനിക്ക് ഒരു മികച്ച പോസിറ്റിവിറ്റി നൽകുന്നു എന്നൊരു കാര്യം ഇപ്പോൾ അശോക് ലേലൻഡ് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. കൂടാതെ എക്സ്പോർട്ട് ബിസിനസ് പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ ഇനി വരാൻ പോകുന്ന ക്വാർട്ടേഴ്സിലും മറ്റൊക്കെ കമ്പനിയുടെ എക്സ്പോർട്ട് ബിസിനസ്സിലും ഒരു കുതിപ്പുണ്ടാകും എന്നൊരു കാര്യം നിലവിൽ ഇപ്പോൾ അശോക് ലേലൻഡിനെ സംബന്ധിച്ചിടത്തോളം മോത്തിലാൽ ഒസ്വാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഈ ഒരു പോസിറ്റീവ് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 141 പറഞ്ഞിരിക്കുന്നത് എന്നൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. തിരിച്ച് ഇന്ത്യൻ വിപണിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.5% ഒരു നേട്ടം ഉണ്ടാകുന്നു. നിഫ്റ്റി ബാങ്കിംഗ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.25% ഒരു നേട്ടവും രേഖപ്പെടുന്നു. ഇവയൊക്കെയാണ് വിഷ്ണു ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് പങ്കുവയ്ക്കാനുള്ളത്.